ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരത്ത് പ്രഭാവതിയോട് പറയണ, അവിടെ ചെന്ന് ഞാൻ പറഞ്ഞതുപോലെ അമ്മ പറഞ്ഞാൽ മതി. പണിക്കര് പറഞ്ഞ സത്യങ്ങളൊന്നും അവിടെ ചെന്ന് പറയരുത്. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. കാരണം നിത്യയെ വിവാഹം കഴിക്കാമെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ആ വീട്ടിൽ കയറി പറ്റിയത്. ഇനിയിപ്പോൾ നിത്യയില്ല. അതുകൊണ്ട് എൻ്റെ ബുദ്ധിപരമായ നീക്കം കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും അവിടെ പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് അമ്മ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. അപ്പോൾ പ്രഭാവതി പറയണ, ഇതുവരെയും നീ ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ നിന്നോടൊപ്പം നിന്നില്ലേ, ഇതും ഞാൻ അങ്ങനെ ചെയ്തോളാം. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിത്യയുടെ ആത്മാവ് ആ വീട്ടിലുണ്ട് എന്നുള്ളത് നീ ആദ്യം ചിന്തിച്ചോ. നിന്നെ കൊല്ലാതെ നിത്യയുടെ ആത്മാവ് തിരിച്ചു പോവുകയില്ല എന്ന് മാത്രം നീ ചിന്തിച്ചാൽ മതി എന്നും പറഞ്ഞാണ് പ്രഭാവതി പോകുന്നത്. അപ്പോൾ ശരത്ത് പെട്ടെന്ന് പേടിക്കുകയാണ്. ഈ അമ്മ വെറുതെ പേടിപ്പെടുത്താൻ വേണ്ടി എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ആലോചിച്ച് നിൽക്കുന്നത്. പിന്നീട് പൊന്നുമണിയുടെ അടുത്തേക്ക് നിരഞ്ജൻ്റെ അമ്മ ചെല്ലാണ്. നിരഞ്ജൻ്റെ അമ്മയെ കണ്ടതോടുകൂടി പൊന്നുമണി പരിഹസിച്ച് കളിയാക്കിക്കൊണ്ട് സംസാരിക്കുകയാണ്. ആഹാ, ഇതാരാ വരുന്നത്, എന്താ അവരെ ഇറക്കി വിട്ടോ എന്ന് ചോദിച്ച് പരിഹസിക്കുമ്പോഴത്തേക്കും ശരവണനും കൂടി അവിടേക്ക് വരട്ടെ. അപ്പോൾ ശരവണനോട് പറയണേ, ഇതാ നോക്ക്, ഇതാരാ വന്നിരിക്കുന്നത് എന്ന്. മോനോടൊപ്പം ഇവിടെ നിന്നും പോകുമ്പോൾ എന്തൊരു അഹങ്കാരമായിരുന്നു, ഇപ്പോൾ എന്തുണ്ടായി? ഇനി മുതൽ നിങ്ങൾക്ക് ഇവിടുത്തെ അടുക്കള പണിയും ചെയ്ത് ഇവിടെ ജീവിതകാലം മുഴുവനും സുഖമായിട്ട് ജീവിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കും എന്ന് പറഞ്ഞതോടുകൂടി വിശാൽ അത് കേട്ടുവരികയാണ്. എന്നിട്ട് പൊന്നുമണിയെ എടി എന്ന് ഒച്ചയെടുത്തോണ്ട് അങ്ങ് വിളിക്കുകയാണ് കേട്ടോ. അതോടുകൂടി പൊന്നുമണി നോക്കുമ്പോൾ വിശാലിനെ കണ്ടപ്പോൾ പെട്ടെന്ന് ശരവണനും പൊന്നുമണിയും അങ്ങ് പതറുകയാണ്. എന്നിട്ട് വിശാൽ പറയണ, നിരഞ്ജൻ കൂടി അറിഞ്ഞിട്ടാണ് അമ്മയെ ഇവിടെ തിരികെ കൊടുന്ന് ആക്കുന്നത്, അല്ലാതെ ആരും ഇറക്കി വിട്ടതോ എടുക്കാച്ചടക്കോ ആയതുകൊണ്ടല്ല. ഈ വീട് അമ്മയ്ക്ക് അത്രക്ക് പ്രിയപ്പെട്ടതാണ്. അത് കേട്ടപ്പോൾ ശരവണൻ പറയണ, അല്ല എന്താണാവോ ഈ വീടിന് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചതോടുകൂടി വിശാൽ ശരവണൻ്റെ അടുത്തേക്ക് അങ്ങ് ചെന്ന് ശരവണൻ്റെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ്. എന്നിട്ട് ഷർട്ടിലെ കോളറയിൽ കയറി പിടിച്ചുകൊണ്ട് പറയുകയാണ്, കുടുംബക്കാർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. അമ്മ ഈ വീട്ടിൽ തന്നെ താമസിക്കും. എന്തിൻ്റെയും പേരിൽ അമ്മയുടെ കണ്ണൊന്ന് കലങ്ങിയെന്ന് ഞാൻ അറിഞ്ഞാൽ ഒരു വരവ് കൂടി ഞാൻ അങ്ങ് വരും. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിരഞ്ജനല്ല ഞാനിവിടെ വന്നാൽ പിന്നെ എന്താ സംഭവിക്കുക എന്നുള്ളത് ഞാൻ പിന്നെ പറയേണ്ടതില്ലല്ലോ. ഞാൻ കത്തിച്ചു കളയും. നീ സേലം സെൻട്രൽ ജയിൽ എന്ന് കേട്ടിട്ടുണ്ടോ? അത്രത്തോളം വരില്ലല്ലോ ഈ പൂജപ്പുര സെൻട്രൽ ജയിൽ. അതുകൊണ്ട് നീ എന്നെ ഇവിടേക്ക് വരുത്തരുത്. വരുത്തിയാൽ രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ തിരിച്ചു പോവൂ എന്നും പറഞ്ഞ് ശരവണനെ ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. അതോടുകൂടി വിശാലിൻ്റെ സംസാരം കേട്ടതോടുകൂടി പൊന്നുമണിയൊക്കെ പേടിയോടുകൂടിയാണ് നിൽക്കുന്നത്. എന്നിട്ട് നിരഞ്ജൻ്റെ അമ്മയോട് പറയണ, അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അമ്മ അകത്തേക്ക് പോയിക്കോ. അമ്മയുടെ മനസ്സാരെങ്കിലും വിഷമിച്ചു എന്ന് എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ ഒറ്റ കോള് മതി, ഞാനിവിടെ പറന്നെത്തിയിരിക്കും. അതൊക്കെ കേൾക്കുമ്പോൾ പൊന്നുമണിക്ക് ദേഷ്യം പിടിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ വിശാൽ പറയണ, മോളെ പൊന്നുമണി, ജീവിക്കണമെന്ന് ഒരു ആഗ്രഹമില്ലാത്തവനാണ് ഞാൻ. വെറുതെ എൻ്റെ കൈക്ക് പണി ഉണ്ടാക്കരുത്. അപ്പോൾ പൊന്നുമണി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ഒച്ച എടുത്തോണ്ട്, എന്താടി മിഴിച്ചു നിൽക്കുന്നത്, പോയി അമ്മയ്ക്ക് ഒരു ചായ എടുത്തോണ്ട് വാ എന്ന് പറയുമ്പോൾ ദേഷ്യം പിടിച്ചിട്ട് നിരഞ്ജൻ്റെ അമ്മയൊന്ന് നോക്കാണ്ട്, എന്താടി നോക്കുന്നത്, പോയി ചായ എടുത്തോണ്ട് വാടി എന്ന് പറയുമ്പോൾ പൊന്നുമണി ഒന്നും മിണ്ടാതെ ദേഷ്യം പിടിച്ച് അകത്തേക്ക് പോവാണ് കേട്ടോ ചായ എടുക്കാൻ വേണ്ടി. എന്നിട്ട് വിശാല് നിരഞ്ജൻ്റെ അമ്മയോട്, അമ്മ ചെല്ല അകത്തേക്ക്, അമ്മ ഒന്നുകൊണ്ട് പേടിക്കേണ്ട എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറ്റി വിടാൻ കേട്ടോ. എന്നിട്ട് ശരവണനോട് പറയണം, ഇത് കൊള്ളാം, ഇങ്ങനെ പെരുമാറാൻ പറയണം അവളോട്, പിന്നെ എന്നെ ഇവിടേക്ക് വരുത്തിക്കരുത് കേട്ടല്ലോ, ഞാൻ പറഞ്ഞതുപോലെ ചെയ്തോളണം എന്നും പറഞ്ഞ് ശരവണന് ഒരു താക്കീത് കൊടുത്ത ശേഷമാണ് വിശാൽ അവിടെ നിന്നും പോകുന്നത്. അപ്പോൾ ശരവണനൊക്കെ വിശാലിൻ്റെ ആ മറുപടിയൊക്കെ കേട്ടിട്ട് പേടിയായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നീട് വിശാൽ നിരഞ്ജനെ വിളിച്ച് കാര്യം പറയുകയാണ്, ഞാൻ അമ്മയെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട്, പക്ഷേ അവിടുത്തെ നൃത്തം അതത്ര സേഫ് അല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അമ്മയെ അവിടെ നിന്നും മാറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിരഞ്ജൻ പറയണ, ഞാനൊരു വാടക വീട് അന്വേഷിക്കുന്നുണ്ട്. വാടക വീട് അന്വേഷിച്ചാലും അമ്മയെ തനിച്ച് നിർത്താൻ കഴിയില്ലല്ലോ, ഡോക്ടർക്ക് ഒപ്പം പോയി നിൽക്കാനും കഴിയില്ല. അതുകൊണ്ട് അമ്മയെ എന്തായാലും തനിച്ചാക്കുന്നത് സേഫ് അല്ല, ഒന്നല്ലെങ്കിൽ ഒരാളെ ആക്കി കൊടുക്കണം, അങ്ങനെ എന്തെങ്കിലും ചെയ്താലാണ് പറ്റൂ. അപ്പോൾ നിരഞ്ജൻ പറയണ, ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല, എത്രയും പെട്ടെന്ന് ഒരു വാടക വീട് സംഘടിപ്പിക്കണം, എന്നിട്ട് അമ്മയെ അവിടേക്ക് മാറ്റണം, അല്ലാതെ അവിടെ നിർത്തുന്നത് സേഫ് അല്ല എന്നുള്ളത് എനിക്കും അറിയാം വിശാൽ, അതുകൊണ്ട് അതിനുള്ള വഴിയാണ് ഞാൻ ഇനി നോക്കുന്നത്. അങ്ങനെ നിരഞ്ജൻ വിശാലിനോട് നന്ദിയൊക്കെ പറയണേ. അപ്പോൾ വിശാൽ പറയണേ, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഡോക്ടർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അത് എൻ്റെ കൂടി ആവശ്യമല്ല, ഏത് പാതിരാത്രിക്കും ഡോക്ടർ സഹായിക്കാൻ ഞാൻ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ നിരഞ്ജൻ അതൊരു ബലമാണെന്ന് പറയാണ്. അങ്ങനെ അവർ കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത്. പിന്നീട് പ്രഭാവതിയും ശരത്തും പാർവതിയുടെയും മുത്തശ്ശിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് കാര്യം പറയണ, ജോത്സ്യർ എന്തു പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ജോത്സ്യർ പറഞ്ഞത് അത് അത്ര സുഖമുള്ള കാര്യമില്ല, എന്താണെങ്കിലും പറ, ഈ വീട് വിട്ട് നിത്യ ഒരിക്കലും പോവില്ല എന്നാണ് പറയുന്നത്. ഇവിടെയുള്ള എല്ലാവരെയും ഇല്ലാതാക്കുമെന്നാണ് ജോത്സ്യർ പറഞ്ഞത്. ആദ്യം തന്നെ മുത്തശ്ശിയെ ഇല്ലാതാക്കുമെന്നാണ് പറയുന്നത്. അത് കേട്ടപ്പോൾ
മുത്തശ്ശി അങ്ങ് പേടിക്കുകയാണ് കേട്ടോ. അയ്യോ പാർവതി, എനിക്കെന്താ വെള്ളത്തിന് ദാഹിക്കുന്നു, കുറച്ച് വെള്ളം കൊണ്ടുപോവാ, എനിക്ക് വല്ലാത്ത പരവേശം എന്ന് പറഞ്ഞ് മുത്തശ്ശി അങ്ങ് വെപ്രാളപ്പെടുകയാണ്. അപ്പോഴത്തേക്കും പാർവതി വെള്ളം എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് വെള്ളം കുടിച്ച ശേഷം പറയണേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എന്താണ് ഇതിനൊരു പരിഹാരം? അപ്പോൾ ശരത്ത് പറയണേ, ഈ വീട് വിട്ട് പോവണം, അതാണ് ഇനിയൊരു പരിഹാരമുള്ളൂ. ഈ വീട് വിട്ട് എത്രയും പെട്ടെന്ന് നമുക്കെല്ലാവർക്കും പോവാം, ഈ വീട് വിൽക്കാം. അതിന് ഈ വീട് വിൽക്കാൻ ദേവിക ഉണ്ടോ സമ്മതിക്കുക? ദേവികയുടെ പേരിലല്ലേ ഈ വീടുള്ളത്? അതൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി, അച്ഛനെ കൊണ്ട് നിങ്ങൾ സമ്മതിപ്പിച്ചാൽ മതി എന്ന് പ്രഭാവതിയും ശരത്തും കൂടി സംസാരിക്കാൻ കേട്ടോ. അത് കേട്ടപ്പോൾ ഇവർ രണ്ടുപേരും കണ്ണുമൂട്ടി അങ്ങ് വിശ്വസിക്കുകയാണ്. എന്നിട്ട് ശരത്തും പ്രഭാവതി അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയണേ, എനിക്ക് ഇനിയും ഒരുപാട് കാലം ജീവിക്കണം പാർവതി, അതുകൊണ്ട് മനോഹരനെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം. ഈ വീടും സ്ഥലവും നമുക്ക് വിറ്റ് മറ്റെവിടേക്കെങ്കിലും പോവാം, അതാണ് നല്ലത്. ഒരു കണക്കിന് നിത്യ നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ടല്ലേ ഈ വീടും സ്ഥലവും വിൽക്കാനുള്ള തീരുമാനം നമ്മളിപ്പോൾ എടുക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഈ വീടിനിപ്പോൾ ഒരു ദോഷവും ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് കാലത്തും നമ്മൾ ഇവിടെ തന്നെയല്ലേ ജീവിക്കൂ. അപ്പോൾ ദേവികയുടെ പേരിലായിരിക്കില്ലേ ഈ വീട്. ഇതിപ്പോൾ വീടും സ്ഥലവും വിറ്റ് കഴിഞ്ഞാൽ അടുത്ത ഒരു വീടും സ്ഥലവും വാങ്ങുമ്പോൾ അത് നിൻ്റെ പേരിലല്ലേ പാർവതി വാങ്ങുക, അതല്ലേ ഏറ്റവും നല്ലത്. അത് കേട്ടപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. മനോഹരേട്ടൻ ഇനി ഈ വീട് വിൽക്കാൻ സമ്മതിച്ചില്ലെങ്കിലും അപ്പോൾ മുത്തശ്ശി പറയണ അതൊക്കെ മനോഹരനെ കൊണ്ട് നമുക്ക് സമ്മതിപ്പിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ശരത്തും അവൻ്റെ അമ്മയും ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് വേറെ വീടെടുത്ത് താമസം മാറും. അപ്പോൾ പിന്നെ ഞാൻ അവരെ കൂടെ അങ്ങ് പോകും, എനിക്ക് എൻ്റെ ജീവനാണ് വലുത് എന്നും പറഞ്ഞാണ് കേട്ടോ മുത്തശ്ശി അകത്ത് പോകുന്നത്. പിന്നീട് നിരഞ്ജൻ്റെ അമ്മയുടെ അടുത്തേക്ക് പൊന്നുമണി വരികയാണ്. അല്ല, ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചാൽ മതിയോ? ഇവിടുത്തെ ജോലിയൊക്കെ ആര് ചെയ്യും? ഇവിടുത്തെ ജോലി ചെയ്യാനേ ഞാൻ നിൻ്റെ വേലക്കാരി ഒന്നുമല്ല, ഞാനതിന് നിങ്ങളെ വേലക്കാരിയായിട്ടാണ് കാണുന്നതെങ്കിലോ? നീ കണ്ടാലും ഇല്ലെങ്കിലും ഞാൻ ഇവിടുത്തെ ഒരു ജോലിയും ചെയ്യില്ല. എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾ ഇപ്പോൾ വരും, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാ പണികളും ചെയ്തു തീർക്കണം. ഇല്ല എന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്? എനിക്ക് പാചകം അറിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നത്, നിനക്ക് അറിയില്ലെങ്കിലേ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുത്തോ. ഇനി ഞാൻ ഒരിക്കലും സഹായിക്കില്ല. ഇതുവരെ ഞാൻ ഇവിടെ നിന്നതേ നിനക്ക് വേണ്ടിയാണ്. നീ തനിച്ചാകി പോകുമെന്ന് കരുതിയാണ്, അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോൻ്റെ കൂടെ പോയേനെ. ഇനി ഞാൻ അത് ചെയ്യില്ല. ഞാൻ ഒരു സഹായവും ചെയ്തു തരില്ല. മര്യാദയ്ക്ക് എൻ്റെ മുന്നിൽ നിന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞ് പൊന്നുമണിയെ ആട്ടി വിടുകയാണ് കേട്ടോ. അതോടുകൂടി പൊന്നുമണി ദേഷ്യം പിടിച്ച് അകത്ത് പോവുകയാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ നീ എന്നെ ഒന്നും കാണിച്ചു തരില്ല, നീ അതിന് വളർന്നിട്ടില്ല, വളരുമ്പോഴേ ഞാനങ്ങ് പറയാം. അത് കേട്ടപ്പോൾ പൊന്നുമണി ദേഷ്യം പിടിച്ച് അകത്ത് പോവാട്ടോ. പിന്നീട് ചന്ദ്രയുടെ അടുത്തേക്ക് സിദ്ധു ചെല്ലുകയാണ്, പ്രേമയും കൂടി. എന്നിട്ട് മ്യൂച്വൽ ഡിവോഴ്സിൽ ഒപ്പിടാൻ പറയുകയാണ്. എന്നിട്ട് ചന്ദ്ര ഒരു കൂസലും ഇല്ലാതെ ഒപ്പിടുമ്പോൾ അത് വായിച്ചു നോക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, വായിച്ചു നോക്കാൻ എന്തിരിക്കുന്നു, എനിക്ക് സമ്മതമായത് കൊണ്ടല്ലേ ഞാനിത് ഒപ്പിടുന്നത്. അപ്പോൾ പ്രേമ പറയണേ, ഇത് നിനക്ക് ആദ്യമേ ചെയ്യാമായിരുന്നില്ലേ? ഇതിപ്പോൾ എൻ്റെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടല്ലേ, എൻ്റെ സാഹചര്യം മുതലാക്കിയല്ലേ നിങ്ങളിപ്പോൾ എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. വിഷ്ണുവിനെ പുറത്തിറക്കണം, അതാണ് ഇപ്പോൾ എനിക്ക് പ്രധാനപ്പെട്ടത്. എന്തായാലും നിങ്ങൾ ജയിച്ചു, എനിക്ക് നിങ്ങൾ ഒരു ജയവും തന്നില്ല, എന്നെ നിങ്ങൾ തോൽപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ പ്രേമ പറയണേ, ഇതൊക്കെ നീ വരുത്തി വെച്ചത് തന്നെയല്ലേ. എൻ്റെ വിവാഹം നടത്താൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടതാണ്, എന്നിട്ട് നീ എനിക്ക് തന്ന തിരിച്ചടി എന്താണ്? ജയില്. അതൊന്നും ഞാൻ മറക്കില്ലടി എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയണ, ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല, 6 മാസമൊന്നും കാലാവധി വേണ്ട, അതിൻ്റെ മുന്നേ തന്നെ ഡിവോഴ്സ് ആവുന്നുണ്ട്. അപ്പോൾ ഇനി അധിക ദിവസം ഞാനില്ല. അപ്പോൾ പ്രേമ പറയണേ, ഇനിയിപ്പോൾ എന്താ, നിനക്ക് വേറെ ആരെയും അന്വേഷിക്കേണ്ടല്ലോ, ആ വിഷ്ണുവിനെ തന്നെ കല്യാണം കഴിച്ചാൽ പോരെ, നിങ്ങളുടെ ആരുടെയും ഉപദേശം വേണ്ട എനിക്ക്. അപ്പോൾ സിദ്ധു പറയണേ, ഞാൻ ഉപദേശിക്കുകയാണെന്നൊന്നും കരുതണ്ട, നീ ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചു, അതൊക്കെ നിൻ്റെ ഇഷ്ടമാണ്, പക്ഷേ ഒരിക്കലും ആ വിഷ്ണുവിനെ കല്യാണം കഴിക്കരുത്, അവൻ നിന്നെ ചതിക്കും, അവനൊരു ഫ്രോഡാണ്. അപ്പോൾ ചന്ദ്ര പറയണേ, നിങ്ങൾ ആരും എന്നെ ഉപദേശിക്കേണ്ട, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തില്ലേ, ഇനി നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിക്കോ, എനിക്കറിയാം എന്ത് ചെയ്യണമെന്നും പറഞ്ഞ് ചന്ദ്ര അകത്ത് പോവാണ് കേട്ടോ. പിന്നീട് സന്തോഷം കൊണ്ട് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലാണ് പ്രേമ. എന്നിട്ട് രംഗനോടും അച്ഛനോടും പറയണ്, അവൾ ഒപ്പിട്ടു, ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടു, ഇപ്പോൾ സിദ്ധുവിൻ്റെ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ രംഗം പറയണ, അല്ല അവളിനി കോടതിയിൽ വെച്ച് വാക്കുമാറ്റി പറയുമോ? അപ്പോൾ പ്രേമ ഏയ് അതിന് സാധ്യതയില്ല, അവൾക്കറിയാം ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇവിടെ എന്തായാലും അവൾക്ക് മരുമകളായി ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ അവസാനം വെച്ച് അവൾക്ക് സിദ്ധുവിൻ്റെ ഭാര്യയായി ജീവിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെ എന്തിനാണാവോ അവൾ അന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ച് താലി പൊട്ടിക്കലും അങ്ങനെ ഒരു ബഹളമുണ്ടാക്കിയതൊക്കെ. അപ്പോൾ രംഗം പറയണം, അതിനെനിക്ക് ഇതുവരെയും മനസ്സിലായില്ലേ, ദേവികയും ഒത്ത് സിദ്ധു ജീവിക്കരുത്, അതാണ് അവളുടെ ലക്ഷ്യം, അല്ലാതെ സിദ്ധുവുമായിട്ട് ജീവിക്കണമെന്നൊന്നും അവൾക്ക് ഒരു ആഗ്രഹവുമില്ല. ഇപ്പോഴും അവൾ ഈ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടത് തന്നെ വിഷ്ണു അകത്തായത് കൊണ്ടാണ്, അല്ല എന്നുണ്ടെങ്കിൽ അവൾ ഒരിക്കലും ഇതിൽ ഒപ്പിടില്ലായിരുന്നു. അപ്പോൾ അച്ഛൻ പറയണേ, എത്രയും പെട്ടെന്ന് ഇത് ഫയൽ ചെയ്യാൻ വേണ്ടി പറയണം സിദ്ധുവിനോട്. അത് പിന്നെ എത്രയും പെട്ടെന്ന് സിദ്ധു
സിദ്ധു ചെയ്യുമല്ലോ അച്ഛാ. എങ്കിൽ സിദ്ധുവിനെ അങ്ങ് വിളിക്ക്. എനിക്ക് ചില കാര്യങ്ങൾ സിദ്ധുവിനോട് പറയാനുണ്ട്. അപ്പോൾ പ്രേമ പറയണി എന്താണാവോ അച്ഛന് പറയാനുള്ളത്? ഇനിയിപ്പോൾ വീണ്ടും ചന്ദ്രയെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തണം എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ അച്ഛാ അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ അച്ഛൻ പറയണേ നീ ആദ്യം സിദ്ധുവിനെ ഇങ്ങ് വിളിക്ക്. എനിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവനോട് പറയാനുണ്ട്. അപ്പോൾ പ്രേമ സിദ്ധുവിനെ വിളിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.